ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്നത് സ്റ്റോക്കിൽ പല ആൾക്കാരും അത് ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിലും ബെയറിഷ് മാർക്കറ്റ് ആണെങ്കിലും പെട്ടുപോകാറുണ്ട്. അങ്ങനെ പെട്ടുപോകാതിരിക്കാനുള്ള ഒരു പോയിൻ്റാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇത് ഒറ്റ പോയിൻ്റ് മാത്രമല്ല, പല പല പോയിൻറ്റ്സ് നമ്മൾ ക്രിട്ടിക്കലായിട്ട് നോക്കാനുണ്ട്. ആ ക്രിട്ടിക്കലായിട്ട് നോക്കേണ്ട ഒരു 3 പോയിൻറ്റോ അല്ല 5 പോയിൻറ്റിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിൻ്റാണ് നിങ്ങളോട് ഇന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്ത് തന്നെ എൻ്റെ 2 years ബാക്ക് എൻ്റെ ഒരു വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ കിടപ്പുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട സെയിം സബ്ജക്റ്റാണ് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവായിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് ഒരു വ്യക്തി, എനിക്ക് പരിചയമില്ലാത്ത വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അയച്ചു തന്നിട്ടുണ്ട്. സാർ, ഓൾറെഡി എൻ്റെ ആകെയുള്ള സമ്പാദ്യം 3.25 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഓൾറെഡി ഞാൻ 80,000 റുപ്പീസ് നഷ്ടത്തിലാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ സാധാരണ അപരിചിതമായിട്ട് നമ്പറുകൾക്ക് ഞാൻ ആൻസർ കൊടുക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 2 സ്റ്റോക്കുകളിലെ നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് ആണ്, നെഗറ്റീവാണ്. ഇത് മേടിക്കുന്ന സമയത്ത് നെഗറ്റീവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഫണ്ടേക്കുറിച്ചൊന്നും അറിയാൻ മേലാതെ അദ്ദേഹം പറയുന്നത് ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് മേടിച്ചെന്നാണ് പറയുന്നത്. എനിവേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവായിട്ട് ഈ വീഡിയോ ഞാനൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്നതിന് മുമ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. അനലൈസ് ചെയ്യാതെ ഒരു സ്റ്റോക്ക് മേടിച്ചാൽ പെട്ടുപോയാൽ പല കേസിലും നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യത എപ്പോഴും വളരെ കൂടുതലാണ്. അപ്പോൾ ഫണ്ടേൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വളരെ ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടമാനമുണ്ട് ശരിക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ എടുത്താൽ അതിൻ്റെ അകത്ത് വളരെ ടോപ്പസ്റ്റായിട്ട് കാര്യമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൺസിസ്റ്റൻസിയും ഗ്രോത്തും. OPM എക്സ്പാൻഷനും വേണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്തും വേണം. ഇത് രണ്ടും കൊണ്ടായിരിക്കണം EPS ഏർണിങ്സ് പെർ ഷെയറിലുണ്ടാകുന്ന ഗ്രോത്ത് ഉണ്ടാകേണ്ടത് ശരിക്കും. ഇപ്പം നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോർമൽ കേസ് സെയിൽസിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചിട്ടുള്ള ബേസിക്കായിട്ട് വരുന്ന ആ ഒരു പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പൊതുവേ എബിറ്റ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അതിരംഗം കൂടെ ചേർത്താൽ എബിറ്റയും കൂടെ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ട്രേഡ്സിലൊന്നും അതിരംഗം ചേർത്തുള്ള എബിറ്റ അല്ല ഞാൻ എടുക്കാറുള്ളത്, പ്ലെയിൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. സാധാരണ ഞാൻ അതർ ഇൻകം ചേർത്തുള്ള ഒരു EPS ഇൻക്രീസിനെക്കാളിലും ഞാൻ ശ്രദ്ധിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുള്ള ഒരു ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസിലാണ് എൻ്റെ എപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ഫോക്കസ് കൂടുതലായിട്ടുള്ളത്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, OPM നമ്മൾ YOY ഇയർ ഓൺ ഇയർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ക്വാർട്ടർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. രണ്ടിലും ബെസ്റ്റായിട്ട് വരുന്ന കേസസ് എപ്പോഴും നമുക്ക് സ്റ്റോക്ക് മേടിക്കാനായിട്ടുള്ള വലിയൊരു സപ്പോർട്ടീവ് ഒരു ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല ഫാക്ടർ എന്ന് എടുത്ത് പറയുന്നത്, വേറെ ക്രിട്ടിക്കലായിട്ടുള്ള 4-5 ഫാക്ടേഴ്സ് വേറെയുമുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ വൺ ഓഫ് ദി മെയിൻ ഫാക്ടേഴ്സ് ഇത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ ചാർട്ടിലേക്ക് അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. തീർച്ചയായും നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്താലും OPM ശ്രദ്ധിക്കുക, OPM എക്സ്പാൻഷൻ ശ്രദ്ധിക്കുക. OPM വെച്ചാണോ അത് ടോട്ടൽ ഫൈനലി ഏർണിങ്സ് പെർ ഷെയറിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ക്രിട്ടിക്കലാണ് സ്റ്റോക്ക് മേടിക്കാനായിട്ട്. ശ്രദ്ധിക്കണം, വീണ്ടും പറയുന്നു, ഇതൊറ്റ ഫാക്ടർ മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള വേറെ ഏതാനും ഫാക്ടേഴ്സ് കൂടെയുണ്ട് നമ്മൾ സ്റ്റോക്ക് സെലക്ഷനിൽ. പക്ഷേ ഇത് വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. നമ്മുടെ മുമ്പിൽ സ്ക്രീനർ എന്ന് പറയുന്ന സൈറ്റാണ് ഉള്ളത്. www.screener.in ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. സ്റ്റോക്കിൻ്റെ പേര് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്താൽ എനി സ്റ്റോക്ക് യു ക്യാൻ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ യു ടൈപ്പ് TCS ടൈപ്പ് ചെയ്താൽ നിങ്ങളെ TCSൻ്റെ ഒരു മെയിൻ പേജിലേക്ക് കൊണ്ടുപോകും. അവിടെ നമ്മൾ പോകേണ്ടത് TCSൻ്റെ മെയിൻ പേജിൽ നിന്നും ക്വാർട്ടർലി അനാലിസിസിലാണ് പോകേണ്ടത്. ഈ ക്വാർട്ടർലി അനാലിസിസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 13 ക്വാർട്ടർലി അനാലിസിസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ അകത്ത് സെയിൽസ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട്, OPM ഉണ്ട്, അതർ ഇൻകം ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിപ്രിസിയേഷൻ ഉണ്ട്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, EPS ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സെയിൽസിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ജനറലി കണ്ടുപിടിക്കുന്നത്. ബേസിക്കലി എബിറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. എബിറ്റയ്ക്കകത്ത് നമ്മൾ അതർ ഇൻകം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എബിറ്റ ക്ലിയർ ആയിട്ട് വരുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ട്രേഡ്സിൽ ഞാൻ അതർ ഇൻകം ആഡ് ചെയ്യാതുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നമ്മൾ അനലൈസ് ചെയ്യാം. നമുക്ക് അനാലിസിസ് പേജിലേക്ക് മാറാം. TCSൻ്റെ ചാർട്ടിൽ നിന്നും നമുക്ക് വേറെ ചാർട്ടിലേക്ക് നമുക്ക് മാറാൻ. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ സംതിങ് അറൗണ്ട് 300% റിട്ടേൺ കൊടുത്ത സ്റ്റോക്കാണ്. 300% റിട്ടേൺ കൊടുത്ത സ്റ്റോക്കാണ്. സ്മോൾ ക്യാപ്പാണ്. സോ നിങ്ങൾ OPM അനാലിസിസ് നിങ്ങൾ നടത്തി നോക്കൂ. ഈ കഴിഞ്ഞ ജൂണിൽ ടോപ്പ് ലൈൻ ഗ്രോത്ത് 175 ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം ജൂണിൽ 112 ആയിരുന്നു. മാർച്ചിൽ 161 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിയാൽ 43 crores ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 34 ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ജൂണിൽ 22 ഉണ്ടായിരുന്നുള്ളൂ. 19% OPM എക്സ്പാൻഷൻ വന്നിട്ട് 21 അതിനുശേഷം 25 ദാറ്റ് മീൻസ് കമൻറ്റബിൾ ആണ്. ഈ കമൻറ്റബിൾ പെർഫോമൻസ് വന്ന സമയത്താണ് സ്റ്റോക്ക് സംതിങ് അറൗണ്ട് ക്ലോസ് ടു 300% റിട്ടേൺ കൊടുത്തതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം.
ഇതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ഈ ഒരു ഗ്രോത്തിൻ്റെ ബേസിലായിരിക്കണം EPS എന്നുള്ള സംഗതി. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും EPS കൂടുന്നത് ഒരിക്കലും അതർ ഇൻകത്തിൻ്റെ പുറത്താകില്ല. ദാറ്റ് മീൻസ് ഇവിടെ വീക്കായതിനു ശേഷം അതർ ഇൻകത്തിൻ്റെ പുറത്ത് EPS കൂടിയാൽ ഞാൻ നോർമലി അങ്ങനത്തെ സ്റ്റോക്കിനെ ശ്രദ്ധിക്കാറില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് OPM ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എക്സ്പാൻഷൻ വന്ന് ഹ്യൂജ് എക്സ്പാൻഷനാണ്. അത് എന്താ പറയണ്ടേ, ക്വാർട്ടറും എക്സ്പാൻഷൻ വന്നു, YOYയും എക്സ്പാൻഷൻ വന്നു. ദാറ്റ് മീൻസ് ജൂൺ വേഴ്സസ് മാർച്ച് വന്നു, ജൂൺ വേഴ്സസ് 2023 ജൂൺ വന്നു. അങ്ങനെ ആ ഗ്രോത്ത് വരുന്നത് അങ്ങനെ OPM ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് ടോപ്പായിട്ട് വരുന്ന ലെവലിൽ, OPM എക്സ്പാൻഷൻ ടോപ്പായിട്ട് വരുന്ന ലെവലിൽ അവിടെ നമുക്ക് അതർ ഇൻകം ഇല്ലാത്ത തന്നെ നമുക്ക് ബെസ്റ്റ് EPS കൊടുക്കുന്ന കമ്പനികളിലാണ് ഞാൻ എപ്പോഴും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് എടുത്തു പറയുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിട്ടിക്കലായിട്ട് 4-5 ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് OPMൻ്റെ അനാലിസിസ് ശരിക്കും. സോ OPMൽ നമ്മൾ ഇങ്ങനെ ഈ YOYയും ക്വാർട്ടറും കിട്ടിയാൽ മാത്രം പോരാ, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം OPMന്. ദാറ്റ് മീൻസ് 18, 21, 22, 30, 33, 34, 43. സി ദി കൺസിസ്റ്റൻസി. നമ്മൾ ഇവിടെ നിന്ന് എടുത്താൽ 2022 പോലെ OPM ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ക്വാർട്ടറും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നൊരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് OPM എക്സ്പാൻഷനിൽ സംഭവിച്ചത്. 8, 20, 17, 19, 22, 23, 25 OPM എക്സ്പാൻഷനിലും ഒരു പരിധിവരെ കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സ്റ്റെല്ലറായിട്ടുള്ള ഗ്രോത്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനി സ്മോൾ ക്യാപ്പ് ഹ്യൂജ് ആയിട്ട് റിട്ടേൺ ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കൊടുത്തത്. അടുത്ത കമ്പനി നമുക്ക് അനലൈസ് ചെയ്യാം. അടുത്ത കമ്പനിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ നോക്കിക്കോളൂ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ ജൂണിൽ 64 ഇത്തവണ 101. കഴിഞ്ഞ ക്വാർട്ടറിൽ മാർച്ചിൽ 82, ഇത്തവണ 101. സി ദി ഗ്രോത്ത്, എക്സലൻറ്റ് ഗ്രോത്താണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, കൺസിസ്റ്റൻസി നോക്കൂ, 48, 64, 74, 80, 82, 101. ഇതാണ് കൺസിസ്റ്റൻസി. ആൻഡ് OPM എക്സ്പാൻഷൻ, OPM പെർസെൻറ്റേജ് ഹയസ്റ്റ് ഇൻ ദി ക്വാർട്ടറാണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കമ്പനിയുടെ ചരിത്രത്തിലെ ഹയസ്റ്റ് ആണ്. ഈ കമ്പനിയും ദിസ് ഹാസ് ഗിവൻ മോർ ദാൻ 70-80% 2 മാസത്തിൽ കൊടുത്ത റിട്ടേൺ കൊടുത്ത സ്റ്റോക്കാണിത്. ഹാർഡ്ലി 2 മന്ത്സിനുള്ളിൽ 70-80% റിട്ടേൺ കൊടുത്ത സ്റ്റോക്ക് എന്ന് പറയുമ്പം ആ സ്റ്റോക്കിൻ്റെ ആ ഗ്രോത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. OPM ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൊടുത്ത ഇമ്പാക്റ്റ് ആണ് വലിയൊരു കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കണം, അതർ ഇൻകത്തിൽ നല്ല EPS കൂടിയിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും OPM എക്സ്പാൻഷനിൽ നിന്നും. ദാറ്റ് മീൻസ് ജൂൺ വേഴ്സസ് മാർച്ച്, ജൂൺ വേഴ്സസ് കഴിഞ്ഞ ജൂൺ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. അതേസമയം OPM വീക്കായാൽ എന്താ സംഭവിക്കുന്നത്? ഇത് വേറെ സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ സ്റ്റോക്ക് 3300 നിന്നും ഈ ജൂൺ റിസൾട്ട് വന്നപ്പോഴേക്കും 1700 തകർന്നു പോയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സംതിങ് അറൗണ്ട് 1600 രൂപയാണ് 3300 നിന്ന് താന്നത്. ശരിക്കും കാര്യം എന്താ, നിങ്ങൾ നോക്കൂ, 75 നിന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 41 തകർന്നു പോയി. ശരിക്കും OPM എക്സ്പാൻഷൻ 28 നിന്ന് 17 കഴിഞ്ഞ ജൂണിൽ 13 ഉണ്ടായിരുന്നു. പക്ഷേ 13, 28, 88, 75 4 ക്വാർട്ടറിലെ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കൊടുത്തതിന് ശേഷം ഇത്തവണ ഈ ജൂണിൽ വല്ലാതെ എന്താ പറയണ്ടേ, 75 നിന്ന് നേരെ താഴെ പോകുമെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പനിയുടെ വാല്യുവേഷൻ ഈ ലെവലൊക്കെ എടുത്താൽ പൊങ്ങാത്ത വാല്യുവേഷൻ പോയ കമ്പനിയാണ്. കാര്യം ഹ്യൂജായിട്ട് മോർ ദാൻ 100 മേളിൽ വാല്യുവേഷൻ പോയി. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് തകർന്നു പോകുന്ന അവസ്ഥയുള്ള വാല്യുവേഷനിലേക്ക് മോസ്റ്റ് ഹീറ്റഡ് വാല്യുവേഷനിൽ പോയതുകൊണ്ടാണ് സ്റ്റോക്ക് ശരിക്കും ജൂണിൽ ഓപ്പറേറ്റ് പ്രോഫിറ്റ് വീക്കായപ്പോഴത്തേക്കും സ്റ്റോക്കിൽ ഹ്യൂജ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. അത് നിങ്ങൾ നോക്കണം, കഴിഞ്ഞ ജൂണിൽ 10% നിന്നും 19, 27, 28% വരെ OPM എക്സ്പാൻഷൻ പോയിട്ടാണ് ജൂണിൽ വീണ്ടും 70 നേരെ താഴെ പോയത്. ശ്രദ്ധിക്കണം, ജൂൺ ടു ജൂൺ ബെറ്ററാണ്. 13 to 41 കഴിഞ്ഞു ജൂൺ ടു ജൂൺ. പക്ഷേ സെപ്റ്റംബറും ഡിസംബറും മാർച്ചും കൊണ്ട് ഡെവലപ്പ് ചെയ്ത വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, സാധാരണ ലെവലിൽ വാല്യുവേഷൻ അല്ല വന്നത്. വാല്യുവേഷൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കിന് വരുന്ന വാല്യുവേഷനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധിക്കും 2 ഇരട്ടി 3 ഇരട്ടി മേളിൽ പോയി കഴിയുമ്പം ആ പരിധിയെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ജൂണിൽ നെക്സ്റ്റ് ജൂൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഹ്യൂജായിട്ട് എസ്കലേറ്റ് ചെയ്യണം. പക്ഷേ ആ എസ്കലേഷൻ ഇവിടെ വന്നില്ല. ജൂൺ ടു ജൂൺ വന്നു, പക്ഷേ മാർച്ച് കഴിഞ്ഞിട്ടുള്ള എസ്കലേഷൻ വളരെ 75 41 വന്നപ്പോഴത്തേക്കും സ്റ്റോക്കിലെ ഹ്യൂജായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞു. പല കേസിലും നമുക്ക് ജൂണിൽ നിന്നും അടുത്ത ജൂണിൽ നല്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുവാണെങ്കിൽ പ്രൊവൈഡഡ് മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്കാണെങ്കിൽ പോലും വാല്യുവേഷൻ ബെറ്റർ ആയിട്ടുള്ള കേസസിൽ നമുക്ക് വലിയ തകർച്ച കാണാൻ സാധിക്കത്തില്ല. ചില കേസിൽ തകർച്ച എന്നല്ല, ചില കേസിൽ പിന്നെയും സ്റ്റോക്ക് അപ് ട്രെൻഡ് കാണിക്കാറുള്ള കേസസ് ഉണ്ട് ശരിക്കും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, മാർച്ചിന് ശേഷം ഡിസംബറും മാർച്ചും വന്നതിന് ശേഷം 28, 88, 75 ഡിസംബർ മുതൽ മാർച്ച് വന്നപ്പോൾ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് താഴാൻ തുടങ്ങി. അതിന് ശേഷം വീണ്ടും താഴാൻ തുടങ്ങി ജൂൺ വന്നപ്പോഴത്തേക്കും. 2 ക്വാർട്ടർ വീക്കായതിന് ശേഷമാണ് OPM വീക്കായതിന് ശേഷമാണ് സ്റ്റോക്കിൽ അതും ഹ്യൂജായിട്ടുള്ള OPM പെർസെൻറ്റേജിൽ വീക്ക്നെസ് വന്നു. 28 നിന്ന് 17 വന്നു. ഈ ഡിസംബറിൽ നിന്ന് മാർച്ച് വന്നപ്പോഴേക്കും OPM പെർസെൻറ്റേജ്
അറ്റ്ലീസ്റ്റ് ദേ വർ ഏബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ്. പക്ഷേ ഇവിടെ വന്നപ്പം സ്റ്റോക്കിൽ OPM ബേസിൽ സ്റ്റോക്കിൽ തകർച്ച നേരിട്ടപ്പോഴത്തേക്കും സ്റ്റോക്ക് സംതിങ് അറൗണ്ട് ക്ലോസ് ടു 50% ആണ് സ്റ്റോക്കിൽ എന്താ പറയുക സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സ്റ്റോക്ക് താഴെ പോയത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും OPM എക്സ്പാൻഷനും വളരെ ക്രിട്ടിക്കലാണെന്ന കാര്യം എടുത്തു പറയുന്നു. നിങ്ങൾ ഏത് സ്റ്റോക്ക് നിങ്ങൾ ചെയ്യാൻ പോയാലും ആദ്യം ഇതൊന്ന് കമ്പയർ ചെയ്യുക. ഇത് കമ്പയർ ചെയ്ത് തന്നെ ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത് മാത്രം കൊണ്ട് പെട്ടുപോകാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ക്രിട്ടിക്കലായിട്ടുള്ള 4-5 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു കാര്യം കറക്റ്റ് ചെയ്താൽ നമ്മൾ അത്രയും സേഫ് ആയിരുന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതാനും ഒരു 4-5 ക്രിട്ടിക്കൽ ഫാക്ടേഴ്സിൽ ഏറ്റവും വൺ ഓഫ് ദി ടോപ്പ് ക്രിട്ടിക്കലായിട്ടുള്ള ഫാക്ടറാണ് OPM പ്രോഫിറ്റും OPM എക്സ്പാൻഷനും. തീർച്ചയായും നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക് മേടിക്കുമ്പോഴും നിങ്ങൾ ഇത് നോക്കിയിട്ടേ മേടിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഞാൻ എടുത്ത് പറയുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.